ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കോഴിക്കോട് സിറ്റി പോലീസിനെ ചുറ്റിച്ച് മാല പൊട്ടിക്കൽ കേസ്. നഗരഹൃദയത്തിൽ വെച്ച് 3 അംഗ സംഘം സ്ത്രീയുടെ മാല പൊട്ടിച്ചിട്ടും പ്രതികളെ കണ്ടെത്താനായില്ല. സ്കൂട്ടറിലെത്തിയ സംഘമാണ് രാവിലെ നടക്കാനിറങ്ങിയ സ്ത്രീയുടെ 1 പവനോളം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചോടിയത്. നഗരത്തിൽ ആവശ്യമായ സുരക്ഷയില്ലാത്തതിൽ ആശങ്കയുണ്ടെന്ന് മാല നഷ്ടപ്പെട്ട സുജിഷ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മാസ്ക് ഇട്ടിട്ട് ഇവിടെ മൊത്തം കാണുന്നില്ല എന്നേ ഉള്ളൂ. ബാക്കി നമ്മൾ ആ കുട്ടീൻ്റെ ഫീച്ചേഴ്സ് മൊത്തം സെയിം ആണ്. കയ്യിലത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഇതിൽ കയ്യിൽ പിടിച്ചു പറഞ്ഞ കയ്യിലത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ആ നടത്തം എനിക്ക് ക്ലിയർ ആണ്. ആ കുട്ടീൻ്റെ നടത്തം, ഈ കുട്ടി സ്റ്റേഷനിൽ നിന്ന് മുന്നോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ നോക്കി സെയിം നടത്താണ്. ഞാൻ നടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദൂരെ ഓപ്പോസിറ്റ് വരുന്നത് കൊണ്ടേ എനിക്ക് ഫുള്ള് ഉറപ്പാണ് ആ കുട്ടിയാണെന്ന്. പിന്നെ ഈ മാസ്ക് ഇട്ടതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ ഒന്നും കണ്ടില്ല എന്നേ ഉള്ളൂ. ഒരു പ്ലാൻ ചെയ്ത് വന്നതാണ്. എന്താ വെച്ചാൽ എൻ്റെ കഴുത്തിൽ ആ ചെയിൻ അപ്പം കണ്ടിട്ട് ആ കുട്ടി അന്നേരം ഇതാക്കിയതല്ല. നേരത്തെ എൻ്റെ കഴുത്തിൽ അങ്ങനെ ഒരു ചെയിൻ ഉണ്ട്, അത് പെട്ടെന്ന് പൊട്ടിപ്പോരും, അത് ഞാനിങ്ങനെ സ്ഥിര ആ സമയത്ത് പോകുന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ പ്ലാൻ ചെയ്ത് വന്നു. അവരതിൻ്റെ മുമ്പ് ചെയ്ത് നല്ല ശീലമുള്ളവരാണ്. അതാണ് സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, അവർ പറയുന്നത് കൃത്യമാണ്. ആസൂത്രിതമായി തന്നെ ഇത്തരത്തിൽ സ്വർണ്ണമാലയുണ്ടെന്ന് സ്കെച്ച് ചെയ്ത് പിന്നാലെ എത്തി, അല്ലെങ്കിൽ അവരെവിടെയാണ് എപ്പോഴാണ് എത്തുന്നത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മോഷണമാണ് നടന്നിരിക്കുന്നത്. നഗരഹൃദയത്തിലാണെന്ന് ഓർക്കണം അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് തിങ്കളാഴ്ച രാവിലെ 5:40 സംഭവം നടക്കുന്നത്. മാല പൊട്ടിക്കുന്നതിൻ്റെയും പ്രതി ഓടി സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ആ സംശയമുള്ള ഒരു യുവാവിനെ യുവതിയും പോലീസ് പിടികൂടി ചോദ്യം ചെയ്തിരുന്നു. അവർ തന്നെയാണെന്നാണ് ഈ പരാതിക്കാരി സുജിഷ പറയുകയും ചെയ്യുന്നത്. പക്ഷേ പോലീസ് പരിശോധിച്ചപ്പോൾ അത് മാല പൊട്ടിച്ചതും ഒരു യുവതിയാണ്. യുവതിയുടെ ടവർ ലൊക്കേഷൻ സ്ഥലത്ത് കാണിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം പോലീസ് അവരെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. പോലീസ് ഇപ്പോഴും കൂടുതൽ CCTV കിട്ടുമോ എന്ന് പരിശോധിക്കുകയാണ്. നിരവധി ആളുകൾ സംഭവത്തിന് ശേഷം ഇവരുടെ പിന്നാലെ ഓടിയെങ്കിൽ ഇടവഴിയിലൂടെ ഈ സ്കൂട്ടറിൽ 3 അംഗ സംഘം ഉണ്ടായിരുന്നു. 3 പേര് ഒരു സ്കൂട്ടറിൽ രക്ഷപ്പെടുകയാണ് ചെയ്തത്. പോലീസ് ഏതായാലും കാര്യമായി അന്വേഷിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ മാല നഷ്ടപ്പെട്ട 1 പവനോളം മാല നഷ്ടപ്പെട്ട സുജിഷ താമസിക്കുന്നത് CH പാലത്തിന് സമീപമുള്ള വീട്ടിലാണ്. അവർ പറയുന്നു കഴിഞ്ഞ 6 വർഷമായിട്ട് സ്ഥിരമായി നടക്കാൻ പോകുന്ന വഴിയാണ്, അതുകൊണ്ട് പേടിച്ചിട്ട് ഇനി നടക്കാൻ പോകുന്നില്ല എന്നുകൂടി സുജിഷ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് സ്ഥിരമായി നടക്കാൻ പോകുന്ന വഴി കണ്ടെത്തി കഴുത്തിൽ മാലയുണ്ടെന്ന് അറിയുന്ന ആരോ ഒരു സംഘമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഏതായാലും കൃത്യമായി പരിശീലനം കിട്ടിയ രീതിയിലാണ് മാല പൊട്ടിച്ച് ഇവർ ഓടിപ്പോയിരിക്കുന്നത്. ഏതായാലും പോലീസ് വലിയ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കോഴിക്കോട് ടൗൺ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. പക്ഷേ 3 ദിവസമായിട്ട് നഗരഹൃദയത്തിൽ ഇത്തരത്തിലൊരു മാല പൊട്ടിക്കൽ കേസ് നടന്നിട്ട് പോലീസിന് പ്രതിയിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട്. ഏതായാലും പോലീസ് പല സ്ഥലത്തുനിന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. വിനീത, ശരി, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്നത് തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ. ഏതായാലും നഗരഹൃദയത്തിലെ സുരക്ഷയിൽ വലിയ ആശങ്കയുണ്ടെന്നാണ് സിനോജ് തോമസ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.